നമസ്കാരം. KSEB ബില്ല് ഇനി മുതൽ പ്രതിമാസമാക്കാൻ ഒരാലോചനയുണ്ട്. ഇതിനോടൊപ്പം തന്നെ മറ്റു ചില പരിഷ്കാരങ്ങളും നടപ്പാക്കാൻ ആലോചിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ പരിശോധിക്കാം. നിലവിൽ സാധാരണ ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്ന് KSEB 2 മാസം കൂടുമ്പോഴാണ് ബില്ല് ഈടാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ KSEBക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിക്ക് നൽകേണ്ട കുടിശ്ശിക തുക കുമിഞ്ഞുകൂടുന്നു എന്നതാണ് ഒരു വാദം. ബില്ല് പ്രതിമാസമാക്കുക വഴി ഈ കുടിശ്ശിക കുറയ്ക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിലും എല്ലാ മാസവും മീറ്റർ റീഡിംഗ് എടുക്കുക എന്ന് പറയുന്നതും ഒരു ചെലവേറിയ കാര്യം തന്നെയാണ്. നിലവിൽ ഒരു മീറ്റർ റീഡിംഗ് എടുക്കാനായി KSEBക്ക് 9 രൂപ ചെലവാക്കേണ്ടി വരുന്നു എന്നാണ് കണക്ക്. ഈ അധിക ചെലവ് ഒഴിവാക്കാനായി ഇടവിട്ടുള്ള മാസങ്ങളിൽ ഉപഭോക്താവിനെ കൊണ്ട് മീറ്റർ റീഡിംഗ് എടുപ്പിക്കാനാണ് KSEB ആലോചിക്കുന്നത്. ഇങ്ങനെ എടുക്കുന്ന റീഡിംഗ് കസ്റ്റമർ കെയറിലേക്ക് വാട്സാപ്പായി അയച്ചു കൊടുക്കാം. തൊട്ടടുത്ത മാസം സ്പോട്ട് ബില്ലിങ്ങിനായി ആള് വരുമ്പോൾ ഉപഭോക്താവ് എടുത്ത റീഡിങ്ങിന്റെ കൃത്യതയും പരിശോധിക്കുന്നതായിരിക്കും. ഉപഭോക്താവിന്റെ ആവശ്യപ്രകാരം ബില്ലുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നൽകുന്നതായിരിക്കും. ഈ ബില്ലിലെ QR കോഡ് ഉപയോഗിച്ച് പേയ്മെന്റും നടത്താൻ കഴിയും. 200 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന ഉപഭോക്താവ് 200 യൂണിറ്റിന് മുകളിലുള്ള ഓരോ യൂണിറ്റിനും ഉയർന്ന താരിഫ് നൽകണം. ഇതുകൂടാതെ ആകെ ഉപയോഗിച്ച വൈദ്യുതിക്ക് എത്രയാണോ തുക അതിന്റെ 10% ഡ്യൂട്ടിയും അടയ്ക്കണം. ഒപ്പം തന്നെ യൂണിറ്റിന് 9 പൈസ ഫ്യൂവൽ സർചാർജും 12 രൂപ മീറ്റർ വാടകയും 18% GSTയും അടയ്ക്കണം. പ്രതിമാസ ബില്ലിംഗ് ഏർപ്പെടുത്തി കഴിയുമ്പോൾ ഉപഭോക്താവിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് സ്വയം കണക്കൂട്ടി നോക്കുക. താങ്ക് യു.